ഇതാണ് നമ്മൾ പറഞ്ഞ ലൈഫിൻ്റെ ബോയ് ഫ്രണ്ട് ലിയോ. ഇവനും സ്റ്റാൻഡേർഡ് പൂഡിലാണ്. ലൈഫിൻ്റെ സെയിം കെനലിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് ഫ്രം സ്പെയിൻ. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു ആൾക്ക്. ഇവൻ്റെ ഫാദർ ഒരു വേൾഡ് ചാമ്പ്യനാണ്. ലൈഫിനെ എടുത്തിട്ട് നമ്മൾ ഒരു 3-4 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്തത് ഒരു മെയിലിനെയും കൂടി എടുക്കാമെന്നുള്ളത്. പിന്നെ ഒരു വൈറ്റ് കളറിനെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവനെ ഇങ്ങനെ എടുക്കാൻ തീരുമാനിച്ചത്. ലൈഫിൻ്റെ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇത്രയും കൂടി ഒരു കോണ്ടിനെൻ്റൽ ഹെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനിപ്പോൾ അങ്ങനെ ഒരു ഹെയർ കട്ട് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടില്ല. ഇപ്പോഴൊരു ഒരു പപ്പി സ്റ്റേജിലൊക്കെ തന്നെ നിൽക്കുവാന്ന് പറയുമ്പോൾ പിന്നെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഇത്രയും കൂടി ഒരു ഹ്യൂജ് സൈസ് ഡോഗാണ്. അപ്പോൾ അവളേക്കാൾ ഒരു 4-5 കിലോഗ്രാംസ് കൂടുതലുണ്ട് ഇവൻ. പിന്നെ ഇവൻ്റെ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോട്ട് മെയിൻ്റെനൻസ് ഇത്തിരി പാടാണ്. ഇപ്പോൾ ആദ്യം ആ ബിഷോൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഇവന് കൊടുക്കുന്ന നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വൈറ്റ് ഡോഗ് ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്റ്റെയിൻസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ഫുഡിലോട്ട് പോയത്. കുട്ടികളായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. ആകെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഞങ്ങൾക്ക് 3 പിള്ളേർ. അപ്പോൾ ഇളയാൾ ഇത്തിരി ചെറുതാണ്, ഇപ്പോൾ 3 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ ഇവൻ ഇത്തിരി ഒരു ഹ്യൂജ് സൈസ് ഡോഗ് ആയതുകൊണ്ട് ഒരു ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തിരി പാടുണ്ട്. അപ്പോൾ ലീഷൊക്കെ ഇട്ടിട്ടാണ് നേരെ വലിച്ചുകൊണ്ട് അവളെ കൊണ്ടങ്ങ് പോകും. അപ്പോൾ അവൾക്കധികം ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാറില്ല. മറ്റു രണ്ടുപേരായിട്ടും പെർഫെക്റ്റ്ലി ഓക്കെയാണ്.